UGC നെറ്റ് പേപ്പർ 1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ്. നമ്പർ സീരീസ്, ലെറ്റർ സീരീസ് ആൻഡ് അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു. ഇതിൽ ലെറ്റർ സീരീസാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് എഴുതുക, ഇതിൻ്റെ ഷോർട്ട് ഫോംസ് എന്തൊക്കെയാണ്, അതുപോലെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ ഒരു സീരീസ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മളിതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കണം. പല രീതിയിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും. ഒന്ന് ലെറ്റർ സീരീസ് ആയിരിക്കും, ലെറ്റർ സീരീസ് ഉണ്ടായിരിക്കും. ഒന്ന് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1, 5, 8, 16 അങ്ങനെ വരുന്ന നമ്പർ സീരീസ് വരാം. അല്ലെങ്കിൽ ലെറ്റർ സീരീസ് ഇതേപോലെ തന്നെ ലെറ്റർ സീരീസ് വരാം. അല്ലെങ്കിൽ മിക്സഡ് ആയിട്ട് വരാം. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയാം C4O F5R I6U എന്നൊക്കെ പറഞ്ഞിട്ട് മിക്സഡ് ആയിട്ടും വരാറുണ്ട്. അപ്പോൾ ഇതിൽ എക്സാമിന് ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ഭാഗമൊന്നും ആവില്ല, എളുപ്പത്തിൽ നമുക്കിത് ക്ലിയർ ചെയ്യാം. ചില സമയങ്ങളിൽ നമുക്കിതിന് സമയം എടുക്കാറുണ്ട്. പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചില ചോദ്യങ്ങൾ വരാറുണ്ട്. ഇവിടെ നമുക്ക് ഉത്തരത്തിലേക്ക് തന്നെ 1 or 2 ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇത് നമുക്ക് ഒരു ചോദ്യം പരമാവധി 1 മിനിറ്റാണ് നമുക്കൊരു ചോദ്യത്തിന് വേണ്ടി നീക്കി വെക്കാനുണ്ടാവുക. 1 മിനിറ്റിൽ കൂടുതൽ നമുക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല. 1 മിനിറ്റിൽ കുറഞ്ഞ സമയം എടുത്തുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് 150 ചോദ്യങ്ങളും കവർ ചെയ്തിട്ട് വീണ്ടും ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ആദ്യം മുതൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാനുള്ള സമയം കിട്ടും. സാധാരണ നെറ്റ് എക്സാം എഴുതുന്ന സമയത്ത് ആളുകൾ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്, ഫസ്റ്റ് ആദ്യം മുതൽ 1ാമത്തെ ചോദ്യം മുതൽ 150ാമത്തെ ചോദ്യം വരെ ഓടിച്ച് പോകും. അതിൽ എളുപ്പമുള്ള ചോദ്യങ്ങൾ ആദ്യം ആൻസർ എഴുതിയിട്ട് 150 ചോദ്യങ്ങളും കവർ ചെയ്യും. എന്നിട്ട് വീണ്ടും ആദ്യം മുതൽ വന്നിട്ട് പിന്നെ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള പ്രോബ്ലം ഭാഗങ്ങൾ, ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറക്കി കുത്തിയിട്ട് ഏതെങ്കിലും ഒരു പോയിൻ്റ് ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുക. അങ്ങനെയല്ലാതെ നമ്മൾ തുടക്കം മുതലേ ടഫുള്ള ഭാഗങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ലാസ്റ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ 150 ചോദ്യങ്ങളും നമുക്ക് കവർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ 150 ചോദ്യങ്ങൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കവറേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ധാരണ കിട്ടും ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഏത് ഭാഗത്താണ് വരുന്നത്, കോംപ്രഹെൻഷൻ ഏത് ഭാഗത്താണ് വരുന്നത്, അങ്ങനെ ഓരോ ധാരണ കിട്ടും. അത് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യാനും ഓരോ ചോദ്യങ്ങളിൽ നിന്ന് വേറെ ചോദ്യങ്ങളിലേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാനും ഒക്കെ കഴിയും. അത് നിങ്ങൾ എക്സാം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് വേണ്ടിയിട്ട് എക്സാം UGC നെറ്റ് എക്സാം എങ്ങനെയാണോ എഴുതുക അതേ രീതിയിൽ എഴുതുന്ന NTA മോക്ക് ടെസ്റ്റുകൾ NTA സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാണ്ട്, നിങ്ങൾ ഡയറക്റ്റ് NTA സൈറ്റിൽ കയറിയിട്ട് അതേപോലെ തന്നെ അതേ അറ്റ്മോസ്ഫിയറിൽ അതേ രീതിയിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, മാർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ പാറ്റേൺ പറഞ്ഞുതരാം. ഇവിടെ 2 രീതിയിലുണ്ടായിരിക്കും. നമ്മൾ ലെറ്റർ സീരീസ് തന്നെ 2 രീതിയിലുണ്ടാവും. ഒന്ന് ഇവിടെ C കഴിഞ്ഞാൽ F ആണ്, F കഴിഞ്ഞാൽ I ആണ്. അപ്പോൾ ഇതിങ്ങനെ പ്ലസ് ചെയ്ത് പോവാണ്. എല്ലാ സംഖ്യകളും O R U ഇതൊക്കെ പ്ലസ് ചെയ്ത് പോവാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ വളരെ എളുപ്പത്തിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നോക്കുക, ഈ ഓപ്ഷൻ ഒന്ന് നോക്കുക. ഓപ്ഷനിൽ ആദ്യത്തെ ഓപ്ഷൻ നോക്കുക, JPLL. അപ്പോൾ ഇവിടെ ആദ്യത്തെ അക്ഷരം 2 എണ്ണം ഒരേ സമയത്ത് വരുന്നതുണ്ട്.
അപ്പോൾ നമുക്ക് ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയമെടുക്കും. കാരണം ഫസ്റ്റ് ലെറ്റർ മാത്രം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് ഈ ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. ബൈ ചാൻസിൽ എല്ലാണ് അടുത്തത് വരുന്നത് എങ്കിൽ അപ്പോൾ 2 ഓപ്ഷൻ നമ്മളെ മുമ്പിൽ വരും. അപ്പോൾ ഈ 2 ഓപ്ഷൻ കണ്ടെത്താൻ വേണ്ടി വീണ്ടും അടുത്ത ലെറ്റർ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമുക്ക് സമയമില്ല. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വേർഡ് മുതൽ ചെക്ക് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് വേർഡ് വെച്ചിട്ട് നോക്കാം. ഓ കഴിഞ്ഞാൽ പിന്നെ ആറാണ് വന്നിട്ടുള്ളത്. 6 കഴിഞ്ഞാൽ പിന്നെ വന്നിട്ടുള്ളത് യു ആണ്. അപ്പോൾ നമുക്ക് ഓ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതാണ് അടുത്തത് നോക്കാം. ഓ കഴിഞ്ഞാൽ ഓ എന്ന് പറഞ്ഞാൽ എത്രാമത്തെയാണ്? 15ാമത്തെ ലെറ്ററാണ്. അതിനൊരു ട്രിക്ക് ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13. ഇവിടെ ശരിക്കും എത്തേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കണതാണ്. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിന് ഈ നമ്പറുകൾ, ഓരോ അക്ഷരങ്ങളും നമ്പറുകളും ഏത് വരെയാണുള്ളത്, ഏതാണ് അതിൻ്റെ വാല്യൂ എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇതിനൊരു സൂത്രവാക്യമൊക്കെ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ എന്താണ് ഇജോട്ടി എന്ന് പറയും. ഇജോട്ടി എന്ന് പറഞ്ഞ വാക്ക് പഠിച്ചാൽ മതി. EJOTY. ഇതോരോ 5 അക്ഷരങ്ങൾ, 5 10 15 20 25. E4 5 J4 10 O4 15 T4 20 Y4 25. ഇങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള സംഖ്യകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താനൊക്കെ പറ്റും. ഇവിടെ ശരിക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ ഓ കഴിഞ്ഞാൽ, ഓ ശരിക്ക് എത്രാമത്തെ ലെറ്ററാണ്? ഓ 15ആണ്. ഓ പിന്നെ അത് കഴിഞ്ഞിട്ട് 6ആണ് വരുന്നത്. 6 18ാമത്തെ ലെറ്ററാണ്. 16 17 18. അപ്പം 3 ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. ഓ ആർ 3 ഡിഫറൻസ്. 6 കഴിഞ്ഞിട്ട് പിന്നെ 6 18ാമത്തേതാണ്. പിന്നെ 6 കഴിഞ്ഞിട്ട് യു വരുന്നുണ്ട്. അപ്പോൾ 21ാമത്തെ ലെറ്ററാണ്. അപ്പോഴും 3 ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ലെറ്റർ വരിക, ഇത് 21ാമത്തെ ലെറ്ററാണ്. 21 കഴിഞ്ഞാൽ പിന്നെ 3 21 എന്ന് പറഞ്ഞാൽ 3 അടുത്തത് ഏതാണ് വരിക? 21 ലെറ്റർ കഴിയുമ്പോൾ എത്രയാണ് വരിക? 3 ആഡ് ചെയ്യാം. അപ്പോൾ ഓ എസ് ടി. അപ്പോൾ നമുക്ക് ക്യൂ കിട്ടും അല്ലേ. ക്യൂ അല്ല ആൻസർ കിട്ടുക, സോറി എക്സ് ആണ്. എക്സ് കിട്ടും. അവസാനത്തെ ലെറ്റർ നമുക്ക് എക്സ് കിട്ടും. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഒ ആർ യു വി ഡബ്ല്യു എക്സ്. എക്സ് ലാസ്റ്റ് വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇപ്പോൾ എക്സ് കിട്ടിയ ഒന്ന് തന്നെ ഉള്ളൂ, ഇതാണത്. അപ്പോൾ നമുക്ക് ആൻസർ ഇതാണെന്ന് ഉറപ്പിക്കാം. ഇനി നമുക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത വാല്യൂ കൂടെ നോക്കാം. എം കഴിഞ്ഞിട്ട് എം എത്രാമത്തെ സംഖ്യയാണെന്ന് നോക്കുക. എം 13ാമത്തെ സംഖ്യയാണ് അല്ലേ. എം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വരുന്നത് പി ആണ്. പി എന്ന് പറയുന്നത് എത്രാമത്തെ സംഖ്യയാണ്? 16ാമത്തെ സംഖ്യയാണ്. അതായത് 3 ആഡ് ചെയ്തു. പി കഴിഞ്ഞാൽ പിന്നെ എസ് ആണ് വരുന്നത്. എസ് വരുന്നത് വീണ്ടും 3 ആഡ് ചെയ്ത സംഖ്യയാണ്. അതായത്
19ാമത്തെ സംഖ്യയാണ് 3 വരുന്നത്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംഖ്യ ഏതാണ് വരിക? 3 ആഡ് ചെയ്തിട്ടാണ് വരിക. 3 ആഡ് ചെയ്തിട്ട് വരുമ്പോൾ എത്രയാണ് വരിക? വി ആണ് വരിക അല്ലേ? വി നമുക്ക് ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. വി ആണ്. 3 ആഡ് ചെയ്ത് വന്നാൽ വി ആണ് 21ാമത്തെ സംഖ്യ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? 22ാമത്തെ സംഖ്യ 22 വി. അപ്പോൾ ആൻസർ കറക്റ്റാണ് വി. ഇതൊന്നും ആവശ്യമില്ല, നമുക്ക് മനക്കണക്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ചില സമയത്ത് എളുപ്പമാണെന്ന് കരുതുന്ന ചില നമ്പേഴ്സ് ഉണ്ടാവും, അത് ചിലപ്പോൾ ഡിഫിക്കൽട്ടായിട്ട് വരും. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ പ്രൈം നമ്പറുകൾ മാത്രം വെച്ച് ചോദിക്കും. അപ്പോഴൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എളുപ്പമുള്ള ആ ഓപ്ഷൻസ് ആദ്യം നോക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻസിൽ ലാസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റിൽ ഏത് വാല്യൂ ആണ് ഒന്നിലധികം പ്രാവശ്യം ആവർത്തിക്കാത്തത് ഈ ഓപ്ഷനിൽ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഭാഗം മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ലാസ്റ്റ് ലെറ്റർ നമ്മൾ നോക്കി, ലാസ്റ്റ് 4 ഓപ്ഷനിലും 4 ലെറ്ററാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ സെക്കൻഡ് നോക്കുക, സെക്കൻഡും ഓപ്ഷനിൽ 4 വ്യത്യസ്ത ലെറ്ററാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 എണ്ണം നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താൻ പറ്റും. ആദ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ വരും, കാരണം L 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വളരെ എളുപ്പമാണ്. ആൻസർ വരുന്നത് LVX ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ഇത് നന്നായി പ്രാക്ടീസ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ മാർക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇതൊരു ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലമാണ്. മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. സാധാരണഗതിയിൽ നെറ്റിന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മളെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ചിലപ്പോൾ പ്രാക്ടീസ് ഇല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്കിത് അവസാനത്തേക്ക് മാറ്റി വെക്കാം. ആദ്യം മുതൽ 150 വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യാം. പ്രോബ്ലം ഭാഗങ്ങൾ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇത് രണ്ടാമത് വന്നിട്ട് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തതിന് ശേഷം രണ്ടാമത് വന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ആകുമ്പോൾ മൈൻഡ് ഒന്ന് ഫ്രീ ആവും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഫ്രാക്ഷൻസ് അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. അസെൻഡിങ് ഓർഡറിൽ ചെയ്യുമ്പോൾ നമുക്ക് നോമിനേറ്ററും ഡിനോമിനേറ്ററും പരിശോധിക്കുക. നോമിനേറ്റർ ഡിനോമിനേറ്റർ, നോമിനേറ്റർ ഡിനോമിനേറ്റർ, നോമിനേറ്റർ ഡിനോമിനേറ്റർ ഒക്കെ. ഈ നോമിനേറ്റർ നോക്കുകയാണെങ്കിൽ ഡിനോമിനേറ്റർ നമ്മൾ പരിശോധിക്കുക. ഡിനോമിനേറ്റർ 8, 12, 16, 29, 4 ഇത് സെയിം ആണെങ്കിൽ നമുക്ക് ഈ അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ താഴെ കൊടുത്തിട്ടുള്ള വാല്യൂ സെയിം അല്ല, അതായത് ഡിനോമിനേറ്റർ സെയിം അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇതിൽ ലാർജസ്റ്റ് വാല്യൂ കണക്കാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ നോർമൽ വാല്യൂയിലേക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡെസിമൽ വാല്യൂയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്താൽ മാത്രമേ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഇതിൻ്റെ ഓർഡർ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് മുകളിലെ വാല്യൂ നോക്കിയിട്ട് തന്നെ ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫ്രാക്ഷൻ എന്ത് ചെയ്യും? ഡെസിമൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഡെസിമൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. നമുക്ക് നോക്കാം, ഓരോന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫ്രാക്ഷൻ എ കിട്ടിയിട്ടുള്ളത് ഫ്രാക്ഷൻ എ, അതിൽ നമുക്ക് 5/8 ആണ് കിട്ടുന്നത്. ഇത് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരുപാട് മെത്തേഡുകൾ ഉണ്ടല്ലേ.
നോർമലി നമ്മൾ ചെയ്യുന്ന കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഈസി മെത്തേഡൊന്നും ചെയ്യരുത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 8/5 എന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഹരിക്കാനൊക്കെ പറ്റും. ഓക്കെ, തിരിച്ചാണ് 5/8 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ഇനി എളുപ്പ വാല്യൂ അറിയണമെങ്കിൽ സിമ്പിൾ മെത്തേഡ് ഉണ്ട് ഇതിൽ. സിമ്പിൾ മെത്തേഡ് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ മാത്രം, കൺഫ്യൂഷൻ ആവാതിരിക്കരുത്, കൺഫ്യൂഷൻ ആവാൻ എന്ത് ചെയ്യരുത്, നോക്കരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഈ 8 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 8 ഇപ്പോൾ നമുക്ക് പറയാം, ഒരു കേക്കിനെ നമ്മൾ 8 കഷ്ണങ്ങളാക്കി. ഈ 8 കഷ്ണങ്ങളിൽ 5 5ൽ 8 എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 8 കഷ്ണങ്ങളാക്കുമ്പോൾ നമ്മൾ ആദ്യമേ പഠിച്ചിരിക്കണം. നമുക്കിതിൽ ഒരു എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ 1/2 ഈക്വൽ ടു 1/3 ഈക്വൽ ടു 1/4 ഈക്വൽ ടു 1/5 ഈക്വൽ ടു 1/6 ഈക്വൽ ടു ഇതിൻ്റെയൊക്കെ വാല്യൂസ് നമ്മൾ ആദ്യമേ പഠിച്ചു വെക്കണം. അങ്ങനെ പഠിച്ചു വെക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 വരെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൻസർ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ പഠിച്ചു വെക്കാറുണ്ട് സാധാരണഗതിയിൽ പ്രോബ്ലം ചെയ്യുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 1/8 എത്രയും നോക്കാം. നമുക്കറിയാം 0.125 ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈ 8 ഭാഗങ്ങളുള്ള ഒരു കേക്ക്, 8 കഷ്ണങ്ങളാക്കി മുറിച്ച കേക്കിൽ 5 കഷ്ണങ്ങൾ എത്ര ഉണ്ടാവും എന്നാണ് നമുക്കറിയേണ്ടത്. ഒരു കഷ്ണത്തിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കി 0.125 ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്, 5 × 0.125. പക്ഷേ ഇത് നമുക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ ആദ്യം ഇതൊക്കെ കണ്ടെത്തിയ ആൾക്കാർക്ക് മാത്രമേ ഈ എളുപ്പം വഴി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൺഫ്യൂഷൻ ആണെങ്കിൽ വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ മെത്തേഡ് വഴി തന്നെ ഹരിച്ചുകൊണ്ട് നമുക്ക് വാല്യൂ കണ്ടെത്താം. വേറെ ഒരുപാട് മെത്തേഡുകളുണ്ട്. മെത്തേഡുകളൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ ശരിക്കും ആ പ്രോപ്പർ വേയിലൂടെ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ പ്രാക്ടീസ് ചെയ്താണ് ഈ മെത്തേഡുകളൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലായി കിട്ടുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ എളുപ്പ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ പരമാവധി ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് നമുക്കിതിൻ്റെ ഈസി മെത്തേഡുകൾ മനസ്സിലാവും. അപ്പോൾ 5 ഹരിക്കണം 8 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അപ്പോൾ ഈ കിട്ടുക 0.625 എന്നാണ്. ഓക്കെ, അപ്പോൾ അത് കിട്ടി. അപ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടി. ഇനി അടുത്ത വാല്യൂ നിങ്ങൾ പറയും. അടുത്തത് നമുക്ക് ബി ആണ്. ബി നമുക്ക് കിട്ടേണ്ടത് 7/12 ആണ്. 7/12 എത്രയാണ് ആൻസർ കിട്ടാം? ഇവിടെ 5/8 5/8 5/8ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 0.8 8 അല്ല 625 എന്നാണ്. ഇതേപോലെ തന്നെ നമുക്കും ഈ വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ ചെയ്യുകയാണ്, നിങ്ങൾ ഈ പാറ്റേൺ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ എന്താണ് 7/12 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 7/12 ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം വാല്യൂ കിട്ടുക എന്താണ്, ഒരു 5.8 ഒക്കെ കിട്ടും, 83 കിട്ടും, 5.83. ഇത് ഓരോന്നിൻ്റെ വാല്യൂ കണ്ടെത്തണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇത് ബുദ്ധിമുട്ടായി തോന്നുന്ന ആളുകളാണെങ്കിൽ ഇതെന്ത് ചെയ്യരുത്, ആദ്യം തന്നെ ഇത് ചെയ്യരുത്, കൺഫ്യൂഷൻ ഉണ്ടാകും, നമ്മളെ സമയം കുറേ അവിടെ വേസ്റ്റ് ആകും. 0.812
കിട്ടും. അതേപോലെ തന്നെ 16/29 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഏകദേശം 0.551 കിട്ടും. 3/4ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, 3/4 എന്ന് പറഞ്ഞാൽ നമുക്ക് 75% ആണല്ലേ. 75% എന്ന് പറഞ്ഞാൽ 0.750 ആണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അസെൻഡിങ് ഓർഡറിൽ എഴുതുന്ന സമയത്ത് ആദ്യം വരിക ഡി ആയിരിക്കും അല്ലേ. 1 ഡി, ഓപ്ഷൻ ഡി ആദ്യം വരും, ഡി. പിന്നെ അത് കഴിഞ്ഞിട്ട് വരിക ബി ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓപ്ഷൻ ഡിയും ബിയും പിന്നെ എ, ഇ, സി, അങ്ങനെയാണ് ആൻസർ വരിക. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ 3 ആണ്. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമുള്ളൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഇനി നമുക്ക് അടുത്തത് ഇതേപോലെ തന്നെ ഒരു മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താഴെ പറയുന്ന 4 ഓപ്ഷൻ പറയുന്നുണ്ട്. ഈ 4 ഓപ്ഷനിൽ ഏതൊക്കെ ഓപ്ഷനുകളാണ് ശരി എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എല്ലാം ചെയ്ത് നോക്കേണ്ടി വരും. ഇതും ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. മാത്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർക്ക് എളുപ്പമാണ്, അല്ലാത്ത ആളുകൾക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ അവസാനത്തേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ, ചെയ്യാതിരിക്കേണ്ട, അവസാനത്തേക്ക് മാറ്റി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ടെൻഷൻ ഫ്രീ ആയിട്ട് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് ഏതായാലും ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, ഇഫ് എ കോസ്റ്റ് പ്രൈസ് ഓഫ് 10 article is equal to the selling price of 9 articles, then the profit is 10. കോസ്റ്റ് പ്രൈസ് 10ഉം സെല്ലിംഗ് പ്രൈസ് 20ഉം ആണെങ്കിൽ പ്രോഫിറ്റ് 10ഉം ആണ്. കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും, കോസ്റ്റ് പ്രൈസ് 10ഉം സെല്ലിംഗ് പ്രൈസ് 20ഉം ആണെങ്കിൽ അത് ഈക്വൽ ആണ്. അതിൻ്റെ കോസ്റ്റ് രണ്ടും ഈക്വൽ ആണ് വരിക. അതിൻ്റെ പ്രോഫിറ്റ് 10% എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഇത് നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ മതി. ഓപ്ഷൻ നോക്കിയാൽ ഇപ്പോൾ നമുക്ക് എന്താണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ നോക്കാം ആദ്യം. ഓപ്ഷൻ എ ശരിയാണെങ്കിൽ പിന്നെ നമുക്ക് ഉറപ്പിക്കാം ഓപ്ഷൻ 2 ആണ് കറക്റ്റ് എന്ന് ഉറപ്പിക്കുക. കാരണം വേറെ എവിടെയും എ ഇല്ല. അപ്പോൾ ഓപ്ഷൻ എ ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഓപ്ഷൻ എ. അപ്പോൾ നമുക്ക് ഇവിടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഒരു കോസ്റ്റ് പ്രൈസ് എന്താണ്? ഒരു ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ് പ്രൈസ്, ഇവിടെ 10 ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞത് 9 ആണല്ലോ. അപ്പോൾ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാം? കോസ്റ്റ് പ്രൈസ് ഓഫ് 1 ആർട്ടിക്കിൾ, ഒരു ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ് പ്രൈസിനെ നമുക്ക് 1 രൂപയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാം. ഇനി നമുക്ക് അപ്പോൾ 10, ഇപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ 10, ദെൻ കോസ്റ്റ് പ്രൈസ് ഓഫ് 10 ആർട്ടിക്കിൾ ഈക്വൽ ടു എത്ര കാരം? 1 × 10 = 10 കിട്ടി. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. According to the statement, selling price of 9 article is equal to cost price of 10 article. Selling price of 9 ആർട്ടിക്കിളും കോസ്റ്റ് പ്രൈസ് ഓഫ് 10 ആർട്ടിക്കിളും ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഇവിടെ എങ്ങനെയാണ് വരിക? അപ്പോൾ നമുക്ക് എഴുതാം സെല്ലിംഗ് പ്രൈസ് ഓഫ് 9 ആർട്ട് ഈക്വൽ ടു ₹10, കോസ്റ്റ് പ്രൈസ് ഓഫ് 10. അങ്ങനെ നമുക്ക് അപ്പോൾ നമുക്ക് കണക്കാക്കാം. therefore
കോസ്റ്റ് പ്രൈസ് ഓഫ് ദോസ് സെയിം 9 ആർട്ടിക്കിൾ 9 rupees. അങ്ങനെ വരുമ്പോൾ ഇത് തെറ്റൂല. കാരണം ഇവിടെ നമുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് നോക്കാം. പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എത്രയാണ് നോക്കാം. പ്രോഫിറ്റ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. സെല്ലിംഗ് പ്രൈസ് 10 കോസ്റ്റ് പ്രൈസ് 9. അപ്പോൾ സമം എത്രയാണ്? 1 രൂപയാണെന്ത് പ്രോഫിറ്റ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും 1 രൂപയാവുമ്പോൾ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് കണക്കാക്കൽ എങ്ങനെയാണ്? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. പ്രോഫിറ്റ് നമുക്കിവിടെ 1 രൂപ കിട്ടി, കോസ്റ്റ് പ്രൈസ് 9 രൂപ കിട്ടി, ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഗുണിക്കുന്ന സമയത്ത് കിട്ടുക 10 അല്ല, ഇവിടെ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് 10% ആണ് എന്നാ തന്നിട്ടുള്ളത്. പക്ഷേ 10 അല്ല കിട്ടുക, 11 ആയിരിക്കും കിട്ടുക അല്ലേ? കാരണം ഇവിടെ നമ്മൾ ഇത് വരിക 100 ഹരിക്കണം 9. 100 ഹരിക്കണം 10 ആണെങ്കിൽ നമുക്ക് 10 കിട്ടുമായിരുന്നു അല്ല, 9 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 11.11% കിട്ടും. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. പക്ഷേ എ തെറ്റായതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഇത് ഓരോന്നും പ്രത്യേകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 4 2/3 1 3 1/2 1 2/3 ഇതൊക്കെ നമുക്ക് ഈക്വൽ ടു 13/2. ഇത് ഓരോന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓപ്ഷൻ ബി ആണ് നോക്കണം കേട്ടോ. ഓപ്ഷൻ ബി, അതിൽ 4 2/3 സമം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? 4 × 3 ഗുണിക്കണം. എന്നിട്ട് അതിലേക്ക് 2 ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ 4 × 3 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3 അങ്ങനെയാണ് ആൻസർ വരിക. അതേപോലെ തന്നെ അടുത്തത് നമുക്ക് 3 1/2 അല്ലേ? 3 1/2 ഈക്വൽ ടു എങ്ങനെ ചെയ്യുക? 3 × 2 പ്ലസ് 1 അല്ലേ? ആദ്യം നമ്മൾ 3നെ 2 കൊണ്ട് ഗുണിക്കുന്നു, എന്നിട്ട് 1 ആഡ് ചെയ്യുന്നു. ഓക്കെ, ഡിവൈഡഡ് ബൈ 2. ഇതേപോലെ തന്നെ അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. 1 2/3 1 2/3 ഇതിനെ നമ്മൾ 1 × 3 ഗുണിക്കുന്നു, 3 അതിലേക്ക് 2 ആഡ് ചെയ്യുകയാണ് ചെയ്യുക. 1 × 3 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3. ഇതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂ കാണുന്ന സമയത്ത് നമുക്ക് ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ 3 കൂടി ആഡ് ചെയ്യല്ല വേണ്ടത്. ഇവിടെ ആഡ് ചെയ്യുകയും ഇവിടെ ലെസ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ ഇതിന് ഓരോന്നിൻ്റെ വാല്യൂ നമ്മൾ കാണണം. ആദ്യം വാല്യൂ കാണുന്ന സമയത്ത് ഇത് നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാം. ഇത് കുറച്ച് നീണ്ട പ്രൊസീജിയറാണ്, 1 മിനിറ്റ് കൊണ്ടൊന്നും തീരൂല. 14/3 കിട്ടും. ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് 7/2 കിട്ടും. ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് 5/3 കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ നമ്മൾ 14/3 പ്ലസ് 7/2 മൈനസ് 5/3. ഇവിടെ പ്ലസ് എങ്ങനെയാണ് വന്നത്? അത് ചോദ്യത്തിലുള്ള പ്ലസ് ആണ് അല്ലേ? ഇവിടെ പ്ലസ് വന്നു, ഇവിടെ മൈനസ് വന്നു. അപ്പോൾ ഈക്വൽ ടു 13/12. അപ്പോൾ ഈക്വൽ ടു 13/12 കിട്ടണം. കിട്ടിയാൽ ആൻസർ കറക്റ്റാണ് എന്നാണ് അർത്ഥം.
അപ്പോൾ 13/2 കിട്ടണമെങ്കിൽ നമുക്ക് നോക്കാം 13/2 കിട്ടുമോ നോക്കാം. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒന്ന് പിരിച്ചെഴുതാം. എങ്ങനെ എഴുതാം? ഒരു 14/3 - 5/3 ബ്രാക്കറ്റിൽ പ്ലസ് 7/2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുക? 9/3 പ്ലസ് 7/2 കിട്ടി. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? ഇത് ഡിവൈഡ് ചെയ്യാം, വെട്ടാം. 3 കിട്ടും. 3/1 3 കിട്ടും. അപ്പോൾ 3 പ്ലസ് 7/2 കിട്ടി. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് വാല്യൂവിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എങ്ങനെ? 3 × 2 + 7 / 2 കിട്ടും. അപ്പോൾ നമുക്ക് 6 + 7/2 കിട്ടും. 6ഉം 7ഉം 13/2 കിട്ടും. അപ്പോൾ 13/2 ഇതിൻ്റെ ടോട്ടൽ വരുന്നത്. ഓക്കെ, ഓക്കെ 13/2. ഇവിടെ 12 നമ്മൾ എഴുതിയത്. 13/2. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാലും 13/2 കിട്ടും. ഇത് 13/2. അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാം. 13/2 = 13/2. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റാണ്. ബി ശരിയാണെന്ന് നമുക്ക് പറയാം. ബി ശരിയാണെന്ന് പറയുമ്പോൾ ഇതിൽ 2 ഓപ്ഷന്, ഒന്നെങ്കിൽ ഈ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് ശരിയായിരിക്കും. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണെന്ന് നമ്മൾ ഓടി കണ്ടെത്തി. അപ്പോൾ 1 or 3 ആയിരിക്കും ശരി. അപ്പോൾ നമുക്കിനി ഇതിൽ നോക്കേണ്ടത്, ഇതിൽ കോമൺ ആയിട്ട് പോകുന്നത് ഡി ആണല്ലോ. അപ്പോൾ ഡി ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡി ശരിയാണെങ്കിൽ നമുക്ക് ഡി ഏതായാലും ശരിയായിരിക്കും അല്ലേ, രണ്ടിലുണ്ട്. അപ്പോൾ സി ശരിയാണെന്ന് നോക്കിയാൽ, സി ശരിയാണെങ്കിൽ ഇത് കറക്റ്റാണ്, സി ശരിയല്ലെങ്കിൽ എ കറക്റ്റാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് സി കൂടെ ചെയ്യാം. സി എന്ന് പറഞ്ഞാൽ x/y = 2/25. Then y - x divided by y plus x = 77/73. ഇത് നമുക്ക് നോക്കാം, ആൻസർ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ എന്താണ്, നമുക്ക് എക്സിൻ്റെ വാല്യൂ 2 ആക്കിയിട്ടെടുക്കാം. വൈൻ്റെ വാല്യൂ 75 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. ക്വസ്റ്റ്യന് നോക്കാം. എക്സിൻ്റെ വാല്യൂ 2, വൈൻ്റെ വാല്യൂ 75 അങ്ങനെ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇക്വേഷനിലേക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നാണല്ലോ y - x divided by y plus x. y - x എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? 75 - 2 ആണ്. y plus x എന്ന് പറഞ്ഞാൽ 75 + 2 ആണ്. ക്വസ്റ്റ്യനിൽ തന്നതാണ്. അപ്പോൾ നമുക്ക് 73/77 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ നമുക്ക് 73/77 കിട്ടി. അപ്പോൾ നമുക്ക് ആൻസർ ശരിക്ക് ഇൻകറക്റ്റ് ആണ് അല്ലേ. നമുക്ക് 2 വാല്യൂ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് എന്തെല്ലാം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. 73/77 അല്ലല്ലോ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് സി തെറ്റാണ്. സി തെറ്റായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ എ ശരിയാണെന്ന് പറയാം. എന്നാൽ നമുക്ക് ഓപ്ഷൻ ഡി, ഇപ്പോൾ നമ്മൾ ഡി മാത്രമല്ലേ നോക്കാത്തുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ നോക്കിയല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം, ഡി കൂടെ നമുക്ക് നോക്കാം. ഇവിടെ ചോദ്യം ഇങ്ങനെയാണ്: 1/0.04
ഈസ് ഈക്വൽ ടു 25. ശരിയാണോ നോക്കാം. ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂ 0.04നെ നമുക്ക് ഒരു ഇങ്ങനെ ഇൻറ്റു 100 ചെയ്യാം. എളുപ്പമാണ്, എളുപ്പ രീതി ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 100/4 കിട്ടും അല്ലേ. പോയിൻ്റ് നമുക്ക് പുറത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. 100/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 25 തന്നെയാണ്. അപ്പോൾ ആൻസർ കറക്റ്റാണ്, 25. അപ്പോൾ ഇത് ലെങ്തി പ്രൊസീജിയറാണ്. ഇത് കുറേ സമയം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു രീതിയാണ്. ലാസ്റ്റത്തേക്ക് ചെയ്താൽ മതി. ഇനി അടുത്തതും ഇതേപോലെ തന്നെ നമ്മൾ എന്താണ് ലെറ്റർ വേർഡുമായി ബന്ധപ്പെട്ട ഒരു വേർഡും കോഡും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിന് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, എന്താണ് ഇഗോട്ടി എന്ന് പഠിച്ചാൽ മതി. അതാണ് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാനും വേർഡ് മനസ്സിലാക്കാനും സൗകര്യം. ഇവിടെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഈ ജോട്ടി എന്ന് പറഞ്ഞ രീതിയിൽ ചെയ്യാം. EJO പുറത്തേക്ക് പോവാം. EJOTY. ഇവിടെ E എന്ന് പറഞ്ഞാൽ 5 J എന്ന് പറഞ്ഞാൽ 10 O 15 T 20 Y 25. ഈ വാല്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള വാല്യൂസിന് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഇവിടെ നമുക്ക് ശരിക്കും ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ വേർഡിൻ്റെയും ടോട്ടലാണ് പുറത്ത് വരുന്നത് അല്ലേ. B+R+O+W+N. ഇത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ടോട്ടൽ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതിനെ നമുക്ക് എളുപ്പവഴി നോക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷനാണെന്ന് ഇങ്ങനെ നോക്കിയാൽ മതി. ഒന്നിലധികം പ്രാവശ്യം വരുന്ന ഓപ്ഷൻസ് ഇല്ല അല്ലേ. ഒന്നിലധികം ഇവിടെ 2 സിയിൽ 2 ഒരേ സമയത്ത് വരുന്നുണ്ട്. ബിയിലും ഇതേപോലെ തന്നെ 2 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എ തന്നെ നോക്കാം. എ ബ്രൗൺ BRON. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചില ആൾക്കാർക്ക് ഇതിൻ്റെ ഇടയിലുള്ള അക്ഷരങ്ങളൊന്നും ചിലപ്പോൾ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എഴുതുക. നമ്മളെ കയ്യിലൊരു പേപ്പറും പെന്നും എക്സാം ഹാളിൽ കയറുന്ന സമയത്ത് തരും. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ രീതി എഴുതുക. 1 2 3 4 5 6 7 8 9 10 11 12 13. അതിന് നേരെ ABCDEFGHIJKLM. ഇതാണ് NOPQRSTUVWXYZ. അത് നമുക്ക് 14 15 16 17 18 19 20 21 22 23 24 25 26 ഇങ്ങനെയാണ് ചെയ്താൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാവാതെ നമുക്ക് ആൻസറിലേക്ക് എത്താം. മറ്റേത് ഇതിൻ്റെ ഇടയിലുള്ള സംഖ്യകൾ ഈ ജോട്ടിന്ന് എഴുതി അതിൻ്റെ ഇടയിലുള്ള സംഖ്യകളൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയേക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബ്രൗൺ എടുക്കാം. ബ്രൗൺ എടുക്കുന്ന സമയത്ത് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ആണല്ലേ. 2. പിന്നെ R എത്രയാണ്, 18 +18. പിന്നെ O 15 +15 പ്ലസ് BR O എഴുതിയല്ലോ അല്ലേ. ഇനി W 23. അടുത്തത് N 14 +14.
ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 72 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ വാല്യൂ ഓരോന്ന് ആഡ് ചെയ്തു, ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്തു, ആഡ് ചെയ്ത് നോക്കി. അപ്പോൾ 72 കിട്ടി. 72 ഇതാ ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 72. അപ്പോൾ ഒന്നെങ്കിൽ ഇതോ ആയിരിക്കും ശരി. ബാക്കിയുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം, നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് രണ്ടാമത്തേത് കൂടെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. ബി ട്രിങ്. TRING. ട്രിങ് എന്ന വാല്യൂ നമുക്ക് എടുക്കുന്ന സമയത്ത് ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടി എന്ന് പറഞ്ഞാൽ 20 ആണ്. 20 നമ്മൾ ഇവിടെ ടി ഈക്വൽ ടു 20. പിന്നെ ആറ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നോക്കുക, 18 എഴുതാം. ഈ ജോട്ടി എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമാണ്. ഈ ജോട്ടി 5, 10, 15, 20, 25. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലുള്ള സംഖ്യകൾ നോക്കിയാലും മതി. ഇനി ഐ ഈക്വൽ ടു 9. നിങ്ങൾ കൂടെ ചെയ്യുക കേട്ടോ. ഞാൻ ചെയ്യുന്ന സമയത്ത് ഇത് എളുപ്പമുള്ള ഭാഗം തന്നെയാണ്, കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ആൻസർ ചെയ്യാം, ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാം. പിന്നെ എൻ എത്രയാണെന്ന് നോക്കുക. എൻ 14 ആണ്. പിന്നെ ജി വരുന്നത് എത്രയാണെന്ന് നോക്കാം, 7 ആണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കാണാം. ആൻസർ എത്രയാണ് കിട്ടുക, ടോട്ടൽ എത്രയാണ് കിട്ടുക? 20, 18, 9, 14, 7. ടോട്ടൽ എത്രയാണ് കിട്ടിയത്? നിങ്ങൾ കൂട്ടി നോക്കിയോ? ഓക്കെ, 68 ഓപ്ഷനിലേക്ക് പോവാം. അപ്പോൾ 68 ഇവിടെ ഉണ്ട് അല്ലേ. 68 4 ആണ് 68. അപ്പോൾ ഇതാണ് ശരി ഉത്തരം നമുക്ക് മനസ്സിലാക്കാം. ബാക്കിയുള്ളത് സ്മാർട്ട് വർക്ക് നമ്മളെല്ലാം ചെയ്യാൻ നിൽക്കരുത്. ഇത് മാത്രം എപ്പോഴും ഓപ്ഷൻ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. ഇനി ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി കൂടെ ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്തത് ശരിയാണോ, ചിലപ്പോൾ കൂട്ടിയത് ചിലപ്പോൾ തെറ്റാവാനും സാധ്യതയുണ്ട്. നമ്മൾ ആ ടെൻഷൻ കാരണം ചിലപ്പോൾ ബൈ ചാൻസിൽ നമ്മൾ കൂട്ടിയത് തെറ്റാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അടുത്തതും കൂടി ചെയ്ത് നോക്കുക. സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മൾ എക്സാമിന് ചെയ്യുന്ന സമയത്ത് 3, 4 ഓപ്ഷനും ചെയ്ത് നോക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമ്മൾ പ്രാക്ടീസ് ആവുള്ളൂ. എക്സാമിന് നമുക്ക് പരമാവധി ചുരുക്കി ചെയ്യാം. മൂന്നാമത്തത് ആപ്പിൾ ആണല്ലേ. ആപ്പിൾ APPLE. നിങ്ങൾ തന്നെ നോക്കുക കേട്ടോ, ഞാൻ പറയും ചെയ്യാം. എ ഈസിയാണ്, 1 തന്നെയാണ് എ എന്ന് പറഞ്ഞാൽ. പിന്നെ പി ആണ് വരുന്നത്. പി എത്രയാണ് നോക്കാം, 16 അല്ലേ. പി 16 ആണ്. അപ്പോൾ നമുക്ക് പി 16 എഴുതി. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് പി തന്നെയാണ്. പി വീണ്ടും 16. പിന്നെ എല്ലാണ് വരുന്നത്. എല്ല് 12 ആണ് അല്ലേ. എല്ല് 12 തന്നെയല്ലേ. യെസ്, 12 തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് ഇ ഈക്വൽ ടു 15, സോറി 5 കിട്ടി. ഈ 5 ഇതിൻ്റെ ടോട്ടൽ എത്രയും നമുക്ക് നോക്കാം. 16 + 16 32,
40 40 40 10 50 യെസ് 50 കിട്ടി. അപ്പോൾ ഓപ്ഷൻ 1 ആണ് 50. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഉത്തരം ശരി തന്നെയായിരുന്നു. ഓപ്ഷൻ 1 ഇതിൽ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് കൂടെ ചെയ്യാം. വാട്ടർ. നിങ്ങൾ എക്സാമിനല്ലാതെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ എന്ത് ചെയ്ത് എല്ലാം ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാം ചെയ്ത് നോക്കുക. കാരണം അത് പ്രാക്ടീസ് ആവൽ ആവശ്യമാണ്. ചിലപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും പാറ്റേണിൽ ആയിരിക്കും ചിലപ്പോൾ ചോദ്യം വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എക്സാമിന് നമുക്ക് സമയം കുറവാണ്. അതുകൊണ്ട് നമ്മൾ സമയം പരമാവധി ചുരുക്കി ചെയ്യാൻ നോക്കുക. വീട്ടിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എല്ലാം ചെയ്ത് നോക്കണം. അതെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ പറ്റും. വാട്ടർ ഡബ്ല്യു എത്രയാണെന്ന് നോക്കുക. 23 ആണ്. അടുത്തത് എ. എ 1 ആണല്ലോ അല്ലേ. ടി എത്രയാണെന്ന് നോക്കാം. ടി 20 ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഈ നമ്മൾ നേരത്തെ നോക്കിയതായിരുന്നു. ഈ 5 ആണ്. പിന്നെ 6 എത്രയാണ് നോക്കാം. 6 18 18. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമുക്ക് 23 20 എത്രയാണ് 67 അല്ലേ. 67. ഓക്കെ, ചോദ്യത്തിലേക്ക് നമുക്ക് വീണ്ടും പോവാം. 67 യെസ് ഓപ്ഷൻ 3 ആണ്. 67 നമുക്ക് കിട്ടിയത് ഓപ്ഷൻ 3 ആണ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 2 ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 4 ആണ്. ഓപ്ഷൻ 3 എന്ന് പറയുന്നത് 1 ആണ്. വാട്ടർ ഓപ്ഷൻ 4 എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇപ്പോൾ ഇതിൽ ഇന്ന് നമ്മൾ പഠിച്ച പാറ്റേൺ മറ്റുള്ള മുമ്പ് ചെയ്ത പോലെയല്ല. ഇത് ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഈ ലെറ്റർ സീരീസ് വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്തതും ഈ ടോപ്പിക് ഉണ്ടല്ലോ, ഈ മാച്ച് ദ ഫോളോയിങ്, ഇതും എളുപ്പമായിരിക്കും. പക്ഷെ ഈ പ്രോബ്ലം ഭാഗങ്ങൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ 2 ചെയ്തല്ലോ. ഇത് രണ്ടും ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിന് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യരുത്, സമയം എക്സാമിന് മാറ്റി വയ്ക്കരുത്. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ആകെ 3 മണിക്കൂറാണ് എക്സാം ഉണ്ടാവുക. അപ്പോൾ ഈ 3 ഹവറിൽ മൊത്തം നമുക്ക് എന്താണ് 180 മിനിറ്റാണ് ഉണ്ടാവുക. 180 മിനിറ്റിൽ നമുക്ക് 150 ചോദ്യങ്ങൾ ആൻസർ ചെയ്യണം. അപ്പോൾ 1 മിനിറ്റിന് 1 ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 30 മിനിറ്റ് നമുക്ക് ബാക്കി ബാലൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 30 മിനിറ്റ് 1 മിനിറ്റിന് 1 ചോദ്യങ്ങൾ ചെയ്താൽ മാത്രമേ ബാലൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ എളുപ്പമുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെ ചോദ്യങ്ങൾ ഒന്നിച്ചാണ് വരിക. പേപ്പർ 1ൻ്റെ ചോദ്യങ്ങൾ 150 ചോദ്യങ്ങൾ ആദ്യം നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 150 ചോദ്യങ്ങൾ പേപ്പർ 2ൻ്റെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് തന്നെയാണ് വരിക. അപ്പോൾ നമുക്കിങ്ങനെ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ പോവാം. ഇപ്പോൾ 150ാമത്തെ ചോദ്യം കഴിഞ്ഞാൽ 51ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പേപ്പർ 2ൻ്റെ ചോദ്യമായിരിക്കും. അത് പിന്നെ 150 വരെ പോയി കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സിൽ പോയിട്ട് 1ലേക്ക് പോകാൻ പറ്റും.
അത് നമുക്ക് ഓപ്ഷൻ ഇവിടെ സൈഡിൽ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടായിരിക്കും. ഈ ബോക്സിൽ ഓരോ ചോദ്യങ്ങളുടെ നമ്പറുകൾ ഉണ്ടായിരിക്കും. അതിന്മേൽ നമുക്ക് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചോദ്യത്തിലേക്ക് ഡയറക്റ്റ് പോകാനും നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഇതിൽ നോക്കിയാൽ അറിയാനൊക്കെ പറ്റും. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം അറിയുന്ന ചോദ്യങ്ങൾ, ഇപ്പോൾ 150 ചോദ്യങ്ങളിൽ ഒരു 75 നമുക്ക് ഏകദേശം അറിയുന്നതാണെന്ന് കരുതാം. അപ്പോൾ ഓടിച്ച് പോകുന്ന സമയത്ത് 75 ആദ്യം എഴുതാം. അതിൽ സമയമെടുക്കുന്ന ചോദ്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങൾ വേഗം എഴുതുക. പേപ്പർ 1ഉം പേപ്പർ 2 ആണെങ്കിലും വേഗം എഴുതുക. എന്നിട്ട് കോംപ്രഹെൻഷൻ, മാത്സ്, അതുപോലുള്ള ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ഇതിനൊക്കെ സമയം എടുക്കുന്നതാണല്ലേ. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സമയം എടുക്കില്ല. അപ്പോൾ സമയം എടുക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പിന്നീട് രണ്ടാമത്തെ പ്രാവശ്യം എഴുതുക. ഒരു 30 മിനിറ്റ് കൊണ്ട് ഫസ്റ്റ് സെഷൻ നമുക്ക് തീർക്കണം. ഫസ്റ്റ് സെഷൻ ഒരു 30 മിനിറ്റ് കൊണ്ട് മൊത്തത്തിൽ പോയി വരാൻ പറ്റുകയാണെങ്കിൽ പിന്നെ നമുക്കെന്തുണ്ടാവും, 150 മിനിറ്റ് പിന്നെയും ബാക്കി ഉണ്ടാവും. അപ്പോൾ ഈ 150 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഓരോ ചോദ്യങ്ങൾക്കും ഓരോ മിനിറ്റ് സമയം കിട്ടും. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കൂടുതൽ സമയം എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ രീതി. സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എക്സ്പേർട്ട് പെട്ടെന്ന് JRF ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ പരമാവധി പേപ്പർ 1ന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. പേപ്പർ 2 എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതിൽ പേപ്പർ 1ൽ നമുക്കൊരു 90% വരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരാളെ കൊണ്ട് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ കഴിയില്ല, കാരണം ഒരു പരിധി കഴിഞ്ഞാലുള്ള ചോദ്യങ്ങളൊക്കെ നല്ല ടഫായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തല്ലോ ചോദ്യങ്ങൾ, ഇതൊക്കെ എന്താ വെച്ചാൽ ഇതിൽ ഈ ഇക്വേഷൻ, രണ്ടാമത് ചെയ്ത ഇക്വേഷൻ, ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നന്നായി അത്രയും എക്സ്പേർട്ടായ ആൾക്കാർക്ക് മാത്രമേ കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാൻ കഴിയുള്ളൂ. അതുപോലെ ഈ പോയിൻറ്റിൻ്റെ ഈ ചോദ്യങ്ങളൊക്കെ, ഇതൊക്കെ സ്കിപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു 90% എന്ന് പറഞ്ഞാൽ 45 ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആൻസർ എഴുതാൻ പറ്റും. ഒരാളുടെ മാക്സിമം കപ്പാസിറ്റിയാണ്. അതിൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ പേപ്പർ 2 പരിശോധിക്കുകയാണെങ്കിൽ, പേപ്പർ 2ൽ ഏത് ചോദ്യ പേപ്പർ ആണെങ്കിലും പേപ്പർ 2ൽ നമുക്കൊരു 70% അല്ലെങ്കിൽ ഒരു 78% മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയുന്നുണ്ടാവുള്ളൂ. അതിനപ്പുറമൊക്കെയുള്ള ചോദ്യങ്ങൾ വളരെ ഡീപ്പായിരിക്കും. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ യൂണിറ്റിൽ തന്നിട്ടുള്ള, സിലബസിൽ തന്നിട്ടുള്ള ചോദ്യവുമായിട്ട് യാതൊരു ബന്ധമുണ്ടാവും, ചെറിയൊരു കണക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് റിസർച്ച് എന്ന് പറഞ്ഞ ചോദ്യം, റിസർച്ച് എന്ന് പറഞ്ഞത് ആ കൺവെൻഷനലായിട്ട് മുമ്പ് ചോദിച്ചിരുന്ന രീതിയിലല്ല ഇപ്പോൾ റിസർച്ചൊക്കെ ചോദിക്കുന്നത്. റിസർച്ച് വളരെ ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ പേര് റിസർച്ച് എന്ന് മാത്രമേ ഉള്ളൂ, വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ ഇങ്ങനെ ടഫാക്കി കൊണ്ടുവരികയാണ്. കാരണം കൂടുതൽ ആളുകൾ എഴുതുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നുണ്ട്. കോമ്പറ്റീഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, ചോദ്യങ്ങൾ ടഫാക്കി വരുന്നുണ്ട്. ഓരോ വർഷവും കുട്ടികളും ഇങ്ങനെ പുതിയ കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, PG കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ വർഷം പുതിയ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. കാരണം PGക്ക് ജോയിൻ ചെയ്തവരും പാസ് ഔട്ടായ കുറേ ആൾക്കാരുണ്ടായിരിക്കും. ഇനി അടുത്ത ഡിസംബർ ആകുമ്പോൾ ഏകദേശം സെയിം തന്നെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ജൂൺ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു കോമ്പറ്റീഷൻ വരും. അപ്പോൾ നിങ്ങൾ പരമാവധി ഫോക്കസ് ചെയ്യേണ്ടത് പേപ്പർ 1ലാണ്. പേപ്പർ 2 എന്ത് ചെയ്യുക, നന്നായി നോക്കുക. പിന്നെ അപ്പോൾ ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള. അടുത്ത ചോദ്യം കുറച്ച് വലിയൊരു ചോദ്യമാണ്. അതിന് നമുക്ക് കുറച്ച് അധികം സമയം വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അടുത്ത ചോദ്യം ഡിസ്കസ് ചെയ്യാതിരുന്നത്. നിലവിലുള്ള പ്രോബ്ലം ചോദ്യങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇന്നത്തെ സെഷൻ അത് ചെയ്ത് കാണിക്കാനൊന്നുമില്ല. അത് നമ്മളെന്താണ്, ഇക്വേഷൻ 16/29 ചെയ്യാം. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ മതി. ഒന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കാൽക്കുലേറ്റർ ഒന്ന് യൂസ് ചെയ്യുക. എന്നിട്ടൊന്ന് ചെയ്ത് നോക്കാം, നിങ്ങൾ ചെയ്തത് കറക്റ്റാണോ എന്ന് നോക്കാൻ പറ്റും. ഓക്കെ.
ഓക്കെ, മാത്സ് പ്രോബ്ലങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. കാരണം അത് അതിൻ്റെ കറക്റ്റ് പ്രൊസീജിയർ വഴി തന്നെയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അതിൽ നമ്മൾ എളുപ്പവഴികളില്ല. എളുപ്പവഴികളിലൂടെ ചെയ്യണമെങ്കിൽ ആദ്യം പ്രോപ്പറായിട്ടുള്ള വഴി നല്ല പ്രാക്ടീസ് വേണം. നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എളുപ്പവഴികൾ എടുക്കാൻ പറ്റുള്ളൂ. എളുപ്പവഴികൾ എടുക്കുന്ന സമയത്ത് എല്ലാ കണ്ടീഷൻസും ശരിയായിരിക്കണമെന്നില്ല. നമ്മളിപ്പോൾ എന്ത് ചോദ്യം എടുക്കുകയാണെങ്കിലും ഈ എളുപ്പത്തിൽ ചെയ്യാവുന്ന എളുപ്പവഴികൾ ഉണ്ടായിരിക്കും. പക്ഷെ അത് ആ ചോദ്യങ്ങൾ സ്ഥിരം അതിൻ്റെ ഓപ്ഷൻസൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ആ എളുപ്പവഴിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് എളുപ്പവഴി എന്ത് ചെയ്ത് ആശ്രയിക്കരുത്, ഓപ്ഷനെ ആശ്രയിക്കാൻ പറ്റും. ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നല്ലാതെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എളുപ്പവഴി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എല്ലാ കണ്ടീഷനും അനുസരിച്ച് ചിലപ്പോൾ ശരിയായിക്കോണമെന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പ്രോബ്ലമൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുക. കൺഫ്യൂഷൻ ഉണ്ടായി പ്രോബ്ലം ശരിക്ക് അതിൻ്റെ ഒറിജിനൽ പ്രൊസീജിയർ വഴി ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാനത് ഫുള്ളായിട്ട് ചെയ്യാതിരുന്നത്. നിങ്ങൾക്ക് അറിയും എന്ന് കരുതിയിട്ടാണ്. ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.